ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ബാരിസ്റ്റർ ബാബു എന്ന സീരിയലിലെ സീസൺ 2 ആയിട്ടുള്ള ദുർഗ ആൻഡ് ചാരു ആണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീസൺ 1 കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ചാരു റോയ് ചൗധരി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ഒരു പാത്രത്തിൽ കയറിയിരുന്നിട്ട് വീട്ടിനുള്ളിലേക്ക് കടക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ ആരും കാണാതെ ദുർഗയുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഉറക്കെ സംസാരിക്കുമ്പോൾ ദുർഗ അവളോട് മെല്ലെ സംസാരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ചാരു, എനിക്ക് മെല്ലെ സംസാരിക്കാൻ അറിയില്ല, നീ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് അവൾ പറയാണ്. അപ്പോൾ ദുർഗ, നീ വന്നതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി. നിനക്കറിയോ, നാളെ എൻ്റെ ജന്മദിനാണെന്ന് പറയുമ്പോൾ ചാരു എൻ്റെ ജന്മദിനവും നാളെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി എന്താ ഉണ്ടായതെന്ന് ചാരു ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദുർഗ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചാരു, ഇനി അയാൾ നിൻ്റെ അടുത്ത് വരുമ്പോൾ പേടിച്ച് നിൽക്കാതെ ഇങ്ങനെ നല്ല അടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്ന ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ദുർഗ ചിരിക്കുകയാണ്. അപ്പോൾ ചാരുവിൻ്റെ കൈ തട്ടിയിട്ട് ഒരു ഗ്ലാസ് വീഴുമ്പോൾ ശബ്ദം കേട്ടിട്ട് സോമന അവിടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ അവൾ വന്നത് കണ്ടിട്ട് ചാരു ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് സോമന ദുർഗയോട് സംസാരിക്കുന്ന സമയം ബാക്കിൽ നിന്നിട്ട് ചാരു കോക്കറി കാണിച്ചിട്ട് ദുർഗയെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ചിരിക്കുന്നത് കണ്ടിട്ട് സോമനയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരാണ്. എന്നിട്ട് ദേഷ്യത്തിൽ അവളുടെ കൈ പിടിച്ചിട്ട് സോമന തിരിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ കൈ വേദനിച്ചിട്ട് കരഞ്ഞിട്ട് വിടാൻ പറയുന്നുണ്ടെങ്കിലും അവളെ വിടുന്നുണ്ടാവില്ല. അങ്ങനെ സോമന അവിടുന്ന് പോയതിന് ശേഷം ചാരു ദുർഗയോട്, നിന്നെ വേദനിപ്പിച്ച ആ സ്ത്രീയെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി സോമനയുടെ റൂമിൽ പോവുകയാണ്. എന്നിട്ട് അവൾ അവളുടെ മുഖത്ത് തേക്കാൻ വേണ്ടി വെച്ച ഫേസ് പാക്കിൽ പശയിട്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ സോമന ആണെങ്കിൽ അതറിയാതെ മുഖത്ത് തേച്ചിട്ട് മുഖം ആകെ പൊള്ളാണ്. അപ്പോൾ അവിടെ ഒളിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ചാരുവിനെയും ദുർഗയെയും അവൾ കണ്ടിട്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടുന്നുണ്ട്. ചാരു ആണെങ്കിൽ പോകുന്ന വഴിക്ക് അവിടെയുള്ള കൊടുക്കയിൽ നിന്ന് രസഗുള എടുത്തിട്ട് ഓടുന്നുണ്ട്. ഈ സമയം സമ്പൂർണ്ണയും ബിനോയും കൂടെ മാർക്കറ്റിലെ സാധനങ്ങൾ മേടിച്ച് നിൽക്കാവും. അപ്പോഴാണ് ദുർഗയും ചാരുവും അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. രസഗുള കയ്യിൽ പിടിച്ച് ഓടി വരുന്ന ചാരുവിനെ കണ്ടിട്ട് സമ്പൂർണ്ണയ്ക്ക് ബോന്തിതയാണ് ഓർമ്മ വരുന്നത്. അവൾ ചെറുപ്പത്തിലെ രസഗുളയുമായി ഓടി വരുന്ന സീന് സമ്പൂർണ്ണ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ അവരെ കണ്ടിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെന്താ ഇവിടെ എന്ന് സമ്പൂർണ്ണ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ദുർഗ ചാരുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ചാരു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇനി എപ്പോഴാ വരിക എന്ന് ദുർഗ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ചാരുവിനോട്, നീ നാളെ വായോ, നാളെ ദുർഗയുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 5 വർഷം തികയുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ ചാരു, ഞാൻ നാളെ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം പൂജയുടെ ചടങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റോയ് ചൗധരി വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ദുർഗയോട് ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചാരുവിനെ മതി എന്നവൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സമ്പൂർണ്ണ ചിരിക്കുകയാണ്. അങ്ങനെ ദുർഗ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോകുന്ന സമയം പലാഷ് അങ്ങോട്ട് രാക്ഷസൻ്റെ വേഷം കെട്ടി വരികയാണ്. എന്നിട്ട് അവളെ നന്നായിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ പേടിച്ചിട്ട് ഓടിയിട്ട് ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച ഒരു കോണി അവളുടെ മേലേക്ക് വീഴാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ദുർഗ ഓടി വന്നിട്ട് അത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചാരു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്നത് കണ്ടിട്ട് ചാരു, ഇനിയൊന്നും മിണ്ടാതെ ഇരുന്നാലേ ഞാനിവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദുർഗ അവളെ കെട്ടിപ്പിടിച്ചിട്ട്, ചാരു നീ എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പിന്നെ ചാരു അനിരുദ്ധിൻ്റെയും ബോന്തിതയുടെയും ഫോട്ടോ കാണാണ്. അത് കണ്ടിട്ട് അതിലേക്ക് തന്നെ കണ്ണൊക്കെ നിറച്ച് അവൾ നോക്കി നിൽക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെ റിഷ്ത തേരാ മേര എന്നുള്ള ടൈറ്റിൽ സോങ് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ദുർഗ വന്നിട്ട് അവളെ വിളിക്കുമ്പോൾ ചാരു അവളോട് ഈ ഫോട്ടോയിൽ ഉള്ളത് ആരായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് ദുർഗ പറയുന്നത് കേട്ടിട്ട് ചാരു, എന്തുകൊണ്ടായി എൻ്റെ അടുത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം പൂജ ആരംഭിക്കുകയാണ്. പൂജ ചെയ്യുമ്പോൾ ദുർഗയുടെ കൈ പേടിച്ച് വിറയ്ക്കുന്നത് കണ്ടിട്ട് ചാരു അവളോടൊപ്പം ചേർന്ന് ആ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സമ്പൂർണ്ണയ്ക്കും നല്ല സന്തോഷമാവാണ്. അപ്പോൾ ചാരു ദുർഗയോട്, ഇവർ എൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാവും എന്നെല്ലാം അവൾ കരഞ്ഞിട്ട് കണ്ണൊക്കെ നിറച്ച് പറയുന്നുണ്ട്. അപ്പോൾ സോമന ചാരുവിനെ ചീത്ത പറയുകയാണ്. നീ ഈ പൂജ ചെയ്താൽ അശുദ്ധമാവും എന്നൊക്കെ പറയുമ്പോൾ ബോന്തിതയുടെ പോലെ തന്നെ ചാരു ചോദ്യങ്ങൾ സോമനയോട് ചോദിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും, എനിക്ക് 2 കണ്ണുകളുണ്ട്, ജാതിയും മതവും ഒക്കെ ഇതിലെവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, നുള്ളിയാൽ എനിക്കും വേദനിക്കും, അങ്ങനെ പലതും അവൾ ചോദിക്കുമ്പോൾ സമ്പൂർണ്ണ ഞെട്ടിയിട്ട്, എൻ്റെ ബോന്തിത സംസാരിക്കുന്നത് പോലെ തന്നെയാണല്ലോ ഈ കുട്ടി സംസാരിക്കുന്നത്, ആരാവും ഈ കുട്ടിയെന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്.
അതിനുശേഷം ദുർഗയും ചാരുവും ഇരുന്ന് കളിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ അങ്ങോട്ട് വന്നിട്ട് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിയുമ്പോൾ ദുർഗ ചാരുവിനെയും കൂടെ ചെയ്യ്, ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ നന്നായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചാരുവിനോട് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തു പറ്റിയതാണെന്ന് സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ ഞാൻ ജനിക്കുമ്പോഴേ അനാഥയാണെന്ന് ചാരു പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നുള്ള സത്യം അവരറിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചാരു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ സമ്പൂർണ്ണ റൂമിൽ പോയിട്ട് ഈ ചാരു ആരാണ്, എൻ്റെ ബോന്തിതയുടെ ധൈര്യവും സംസാരവുമാണ് അവൾക്കുള്ളത്. മാത്രമല്ല ദുർഗയുടെയും ചാരുവിൻ്റെയും ജന്മദിനം ഒരേ ദിവസമാണ്. ഇനി ചാരു ആയിരിക്കുമോ ദേവി എന്നവൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ബോലിയെയും ബോഗയെയും കാണിക്കാണ്. ചാരുവിനെയും ജുംകിയെയും വേശ്യാലയത്തിൽ കൊണ്ടുപോയ ആ ആൾ വന്നിട്ട് അവരെ ഉപദ്രവിക്കുകയാണ്. അവർ പോയതിനു ശേഷം ബോലിയെ ചീത്ത പറയുന്നുണ്ട്. ഇപ്പോഴാണ് എല്ലാ സത്യങ്ങളും ആൾ അറിയുന്നുണ്ടാവുക. അവർ രണ്ടുപേരും വീട് വിട്ട് പോയി എന്നാവും ബോലി അയാളോട് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ സമ്പൂർണ്ണയെ ചാരു വന്നിട്ട് സഹായിക്കുന്നുണ്ട്. അതിനിടയിൽ അവർ രണ്ടുപേരും ദുർഗയുടെ രാക്ഷസനോടുള്ള പേടി മാറ്റാനുള്ള ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം റോയ് ചൗധരി വീട്ടിലേക്ക് സമ്പൂർണ്ണ പറഞ്ഞ പോലെ അവിടുത്തെ ജോലിക്കാരൻ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരുമ്പോൾ ചാരു അയാളുടെ കള്ളത്തരം കൈയോടെ പൊക്കുകയാണ്. ബാക്കി പൈസ ഒന്നും ഇല്ലെന്ന് അയാൾ പറയുമ്പോൾ ഉണ്ടെന്ന് ചാരു പറയാണ്. അപ്പോൾ നീ വിദ്യാലയത്തിലൊന്നും പോയിട്ടില്ലല്ലോ എന്ന് ചാരുവിനോട് സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ മാത്സ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാൻ സ്കൂളിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ പഠിപ്പിക്കുന്നതെല്ലാം കേട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ആ ജോലിക്കാരനെ കൂട്ടുപിടിച്ചിട്ട് സോമനയുടെ ഭർത്താവായ പലാശാവും ആ ബാക്കി പൈസ മുഴുവൻ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ചാരു കണക്ക് നോക്കിയിട്ട് അതിൽ പൈസ കുറവുണ്ടെന്ന് തെളിയിക്കുമ്പോൾ പിടിക്കപ്പെട്ടു എന്ന് ആ ജോലിക്കാരനെ മനസ്സിലാകുന്നുണ്ട്. ബിനോയും അയാളെ ചീത്ത പറയാണ്. അപ്പോൾ ചാരു കണക്ക് കൂട്ടുന്നതെല്ലാം കണ്ടിട്ട് സമ്പൂർണ്ണയ്ക്ക് ബോന്തിത ചെറുപ്പത്തിലെ വീട്ടിലെ കണക്ക് മുഴുവൻ നോക്കിയിരുന്നത് എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണയും ചാരുവും കൂടി ബിനോയോട് സംസാരിച്ച് ദുർഗയുടെ പേടി മാറ്റാനുള്ള ഐഡിയ നടപ്പിലാക്കുന്നുണ്ട്. ആ വീട്ടിലെ ഒരു ജോലിക്കാരനെ രാക്ഷസന്റെ വേഷത്തിൽ അവരാക്കുന്നുണ്ട്. പക്ഷേ ആ ജോലിക്കാരനെ പ്രതീക്ഷിച്ച് നിന്ന ചാരുവിൻ്റെ അടുത്തേക്ക് പലാശാണ് രാക്ഷസന്റെ രൂപത്തിൽ വരുന്നത്. എന്നിട്ട് അവൻ ചാരുവിനെ ഒരു പെട്ടിക്കുള്ളിൽ അടയ്ക്കുകയാണ്. അതിനുള്ളിൽ ഇരുന്നിട്ട് അവൾ ദുർഗയോട് നീ പേടിച്ചിരിക്കാതെ അയാളെ അടിക്ക് ധൈര്യത്തോടെ എന്നെല്ലാം പറയുമ്പോൾ അവിടെ വച്ചിരുന്ന ഒരു ഗദ എടുത്തിട്ട് ദുർഗ പലാശിനെ അടിച്ച് നിലത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് അവൾ ചാരുവിനെ തുറന്നു വിട്ടിട്ട് സന്തോഷത്തോടെ ഞാൻ രാക്ഷസനെ തോൽപ്പിച്ചു, ഞാൻ രാക്ഷസനെ അടിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പലാശ് പിന്നെയും അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കത്രിക എടുത്തിട്ട് അവർ കാലിൽ കുത്തുന്നുണ്ട്. അപ്പോൾ രക്തം വരുന്നത് കണ്ടിട്ട് ചാരു ദുർഗയോട് അത് രാക്ഷസനൊന്നുമല്ല, വേഷം മാറി വന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ പലാശ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് രാക്ഷസവേഷം കിട്ടിയിട്ടുള്ള ജോലിക്കാരൻ വന്നിട്ട് അവരോട് ആ രാക്ഷസൻ എന്നെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ബിനോയോടും സമ്പൂർണ്ണയോടും ചാരു പറയാണ്. അപ്പോൾ ദുർഗയുടെ പേടിയെല്ലാം പോയി എന്നറിഞ്ഞ് അവരെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയത്തിലെ ഒരാൾ വരുന്നുണ്ട്. അവിടെ ജുംകിയെയും ചാരുവിനെയും കണ്ടിട്ട് ഇവരെന്താ ഇവിടെ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അത് ബോഗയെ അറിയുന്ന ആളാവും. അങ്ങനെ അയാൾ നേരെ ചെന്ന് ജുംകിയെയും ചാരുവിനെയും അവിടെ കണ്ട വിവരം ബോലിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. പിന്നെ ബിനോയും സമ്പൂർണ്ണയും കൂടെ ചാരുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാരു തന്നെയാണ് ദേവി എന്ന് സമ്പൂർണ്ണ വിശ്വസിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ ദുർഗയോട് സ്കൂളിൽ പാട്ട് പാടാൻ പറഞ്ഞ് ചാരു അതിനുള്ള പ്രാക്ടീസ് അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ദുർഗ പിയാനോ വായിച്ചിട്ട് അനിരുദ്ധ് പാടിയ പോലെ വിശാൽ ഓവർകം എന്ന സോങ് പാടുന്നുണ്ട്. അപ്പോൾ ചാരുവും അവളുടെ കൂടെ പാടുന്നുണ്ട്. ഇത് കേട്ട് ജുംകിയും സമ്പൂർണ്ണയും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സമ്പൂർണ്ണയ്ക്ക് അവൾ പാടുന്ന പാട്ട് കേട്ടിട്ട് അനിരുദ്ധിനെയും ബോന്തിതയെയുമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവരോട് നന്നായി പാടിയെന്നൊക്കെ സമ്പൂർണ്ണ ചെന്ന് പറയുമ്പോൾ ചാരു അവളോട് ഞാൻ ദുർഗ വിളിക്കുന്ന പോലെ നിങ്ങളെ മാസിയമ്മ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നീ വിളിച്ചോ എന്ന് സമ്പൂർണ്ണ സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം അവർക്കെല്ലാം സമ്പൂർണ്ണ രസഗുള കൊടുക്കുന്നുണ്ട്. പിന്നെ ജുംകി വന്നിട്ട് ദുർഗയോട് നീ എൻ്റെ ചാരുവിനെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞെല്ലാം അവളോട് കള്ളക്കരച്ചിൽ കരയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് അവൾ സോമന പറഞ്ഞിട്ടാവും ചെയ്യുന്നുണ്ടാവുക. സോമന ഇങ്ങനെയൊക്കെ ചെയ്താൽ അവൾക്കൊരു പാദസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ജുംകി അങ്ങനെയൊക്കെ ദുർഗയോട് വന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയ്ക്ക് ആകെ സങ്കടമാവുകയാണ്. അപ്പോൾ വേണമെന്ന് വെച്ച് ദുർഗ ചാരുവുമായി അടിയുണ്ടാക്കാണ്. നീ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവളോട് അവിടെ നിന്ന് പോകാൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടിട്ട് ബിനോയ്ക്കും നന്നായിട്ട് ദേഷ്യം വരാണ്. എന്നിട്ട് ദുർഗയെ ബിനോയ് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ചാരു കാരനാണ് നിങ്ങളെല്ലാവരും എന്നെ ചീത്ത പറയുന്നതെന്ന് ദുർഗ പറയുന്നുണ്ട്.
അപ്പോൾ ചാരു ശരി ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് പറയുമ്പോൾ പൊക്കോ ഇവിടെ നിന്ന് നീ വേഗം പൊക്കോ എന്ന് ദുർഗ പറയാണ്. അപ്പോൾ ചാരു കരഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ, നീ അത് ചെയ്ത് കാണിക്കണമെന്ന് ദുർഗ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ചാരുവിനാകെ ഷോക്കായിട്ട് അവൾ കരഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ദുർഗ ആണെങ്കിൽ സങ്കടം ഫുള്ള് മനസ്സിലൊതുക്കിയിട്ട് തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.